അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ബെൽസി. ഞാൻ കൊയ്യാമ്പാറന്ന് വരുന്നു. ഇവിടെ 1 വർഷം മുമ്പ് ഞാൻ ശുശ്രൂഷയിൽ പങ്കെടുത്തായിരുന്നു. അതിന് ഫലമായി എനിക്ക് ജോലി കിട്ടി. പാലക്കാട് യൂമെഡ് ഹോസ്പിറ്റലായിരുന്നു. പിന്നെ അത് കുറച്ച് ദൂരെയാണെന്ന് കരുതി വീടിനടുത്ത് തന്നെ 20 മിനിറ്റ് യാത്രയുള്ളൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അവിടെ 2 വർഷം സ്റ്റാഫായി വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ സൗദിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ജൂൺ മാസം ഇവിടെ വന്ന് എല്ലാ ആഴ്ചയും ഇവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ പേപ്പർ വർക്കൊന്നും വേഗം ചെയ്യണമെന്നുള്ള രീതിയിലൊന്നും അല്ലായിരുന്നു. ഇവിടെ വന്ന് പങ്കെടുത്തു, പ്രാർത്ഥിച്ചു. പക്ഷേ പേപ്പർ വർക്ക് വേഗം പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ജസ്റ്റ് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പേപ്പർ വർക്കൊക്കെ വേഗം എല്ലാം ക്ലിയറായി. മെഡിക്കൽ വന്നു. അതിന് മുമ്പ് എക്സാം എഴുതിയായിരുന്നു. അതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എക്സാം എഴുതി റിസൾട്ട് പാസ്സാണ്, ജസ്റ്റ് പാസ്സായാൽ മതി എന്ന് തന്നെ പ്രാർത്ഥിച്ചത്. പക്ഷേ ദൈവം നല്ല മാർക്കോടെ 570 മാർക്കോടെ എനിക്ക് വിജയം നൽകി. അങ്ങനെ സൗദി പ്രോമെട്രിക്ക് പാസ്സായി. പെട്ടെന്ന് തന്നെ പേപ്പർ വർക്ക് എല്ലാം നടക്കുകയും ചെയ്തു. മെഡിക്കൽ പാസ്സായി. മെഡിക്കലിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു കുമ്പസാരിച്ച് പിറ്റേ ദിവസം പോകാൻ പറഞ്ഞു. അങ്ങനെ കുമ്പസാരിച്ചതിന് ശേഷം ഇവിടെ വന്നായിരുന്നു. ഇവിടെ കുമ്പസാരം ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ കത്തീഡ്രൽ പള്ളി, റാഫേൽ പള്ളി, അവിടെ പോയി കുമ്പസാരിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം മെഡിക്കലിന് പോയി കുറച്ച് അവർ കുറേ പേപ്പറൊക്കെ റിജക്റ്റ് ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് അത് വീണ്ടും പാസ്സായി. അങ്ങനെ ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് സൗദിയിൽ പോകാൻ ദൈവം അനുവദിച്ചു. യേശു സ്തുതി. ആദ്യം ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തൊട്ടടുത്ത് കിട്ടി. രണ്ടാമത് പ്രാർത്ഥിച്ചു, സൗദി അറേബ്യയിലേക്ക് അവൾ വിചാരിക്കുന്നതിന് കൂടുതലായിട്ട് വേഗത്തിൽ പേപ്പർ വർക്ക് നടത്തി കർത്താവ് കൊണ്ടുപോകണം. അല്ലേ?